ഇനി അടുത്ത ടൂള് ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് വാൻഡ് ടൂളുമാണ്. ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് വാൻഡ് ടൂളും. ഓക്കെ, അപ്പോൾ ആ ടൂളിൽ തന്നെ ഉണ്ട് ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. ക്വിക്കായിട്ട് നമുക്കൊരു സെലക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് നമ്മൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. അതായത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതിലേക്ക് ഒരു ഇമേജിനെ കൊണ്ടുവരുന്നു. ഒരു ഇമേജിനെ ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ക്വിക്ക് സെലക്ഷൻ ടൂൾ. ഇതിലൊരു ബ്രഷ് വരുന്നുണ്ട്. ഈ ഒരു ബ്രഷിനെ നമ്മൾ ലെഫ്റ്റിലൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ നമുക്കിതിൽ സെലക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെലക്ഷൻ ഞാനിങ്ങനെ സെലക്ഷൻ ആ ഫോട്ടോയിലൂടെ ഫുള്ള് വരയ്ക്കുന്നു. ഇതുപോലെ നമുക്ക് സെലക്ഷൻ കൊടുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ. ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ബ്രഷിനെ വലുതാക്കാൻ നമ്മൾ കേളി ബ്രാക്കറ്റ് ഇല്ലേ, നമ്മൾ എൻട്രൻ്റെ തൊട്ട് മേലെയുള്ള കേളി ബ്രാക്കറ്റ്, അതിനെ ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ ബ്രഷ് ചെറുതാവുകയും ക്ലോസ് അടിച്ചു കഴിഞ്ഞാൽ ആ ബ്രഷിനെ വലുതാക്കാനും പറ്റും. കേട്ടോ, ക്ലോസ് അടിച്ചപ്പോൾ ആ ബ്രഷ് എന്താവുന്നുണ്ട്, വലുതായി വരുന്നുണ്ട്. ഈ ഒരു ബ്രഷിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെലക്ഷൻ ഇതിൽ അപ്ലൈ ആവുന്നത്. ഇപ്പം ഞാൻ Ctrl+D അടിച്ച് ഡീസെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ സെലക്ഷൻ കൊടുത്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കണ്ടോ, ഈ ഒരു ബ്രഷിനെ ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻ വരുന്നത്. കേട്ടോ, ഞാൻ ആ ബ്രഷ് വലുതാക്കി വരച്ചത് കൊണ്ടാണ് എന്താകുന്നത്, വലിയൊരു സെലക്ഷൻ വരുന്നത്. ഞാനൊന്ന് ചെറുതാക്കി വരച്ച് കാണിച്ചു തരാം. ചെറുതാക്കുമ്പോൾ ആ ഒരു ബ്രഷിനെ ബേസ് ചെയ്തിട്ട് ചെറുതായ ഒരു സെലക്ഷനാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ബ്രഷിനെ ബേസ് ചെയ്തിട്ട് സെലക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. നമുക്കതൊരു ഇമേജ് ഒക്കെ പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് വാൻഡ് ടൂളും. ഓക്കെ, അപ്പോൾ ബ്രഷിനെ ബേസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണെന്ത്, ക്വിക്ക് സെലക്ഷൻ ടൂൾ. ഓക്കെ, ഞാനത് എന്താക്കുന്നു, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ദെൻ അതിനെ Ctrl+C അടിച്ചു നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് നമ്മളെ വർക്കിലേക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റും, Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ വർക്കിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളറൊക്കെ കൊടുക്കുകയാണ്. ഇതുപോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്, ബ്രഷിനെ ബേസ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ടൂൾ. ഓക്കെ, അടുത്തത് മാജിക് വാൻഡ് ടൂളാണ്. മാജിക് വാൻഡ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കളറിലാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ കളറിനെ ബേസ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ടൂളാണ് മാജിക് വാൻഡ് ടൂൾ. അപ്പോൾ അത് ടൂൾ എടുത്ത സമയത്ത് ഒരു പൂത്തിരിയുടെ ഒരു ചിഹ്നം പോലെയുള്ള ഒരു സാധനം വന്നു. അത് നമ്മൾ ഏത് കളറിലാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ കളറിൻ്റെ വർക്കിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഫുൾ എന്ത് വന്നു, സെലക്ഷൻ വന്നു. നമുക്ക് ഒരു പിക്ചർ ഇതുപോലെയുള്ള സിംഗിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പിക്ചേഴ്സുകൾ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം മാജിക് വാൻഡ് ടൂളാണ്. ആ ടൂൾ എടുത്തു, ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സെലക്ഷൻ ഞാൻ കൊടുത്തേക്കുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. ആ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വരിക എവിടെയാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കോപ്പി ആവുക അല്ലേ, കാരണം ഞാൻ ബാക്ക്ഗ്രൗണ്ടിലാണ് സെലക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനെ നേരെ തിരിക്കണം അല്ലേ, നേരെ തിരിക്കണം. ആ സെലക്ഷന് നേരെ തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിടേക്ക് കിട്ടുള്ളൂ, നമ്മൾ ഇമേജിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നേരെ തിരിക്കാൻ വേണ്ടിയിട്ട് Ctrl+Shift+I എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. Ctrl+Shift+I സെലക്റ്റിൽ ഇൻവേഴ്സ് സെലക്ഷൻ ആണ്. സെലക്ഷൻ ടൂൾ എടുക്കുകയാണെങ്കിൽ സെലക്റ്റിൽ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സെലക്ഷനെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. Ctrl+Shift+I. ഓക്കെ, Ctrl+Shift+I അടിക്കുമ്പോൾ സെലക്ഷൻ കണ്ടോ, നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു. ഇനി നമ്മൾ കോപ്പി ചെയ്തപ്പോൾ എന്ത് വരും, കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇമേജ് തന്നെയാണ് കോപ്പിയായി നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ നേരത്തെ ക്വിക്ക് സെലക്ഷൻ ടൂളിൽ സെലക്ട് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാജിക് വാൻഡ് ടൂൾ എടുത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മനസ്സിലാക്കി നോക്കുക, ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത് ബ്രഷിനെ ബേസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ. മാജിക് വാൻഡ് ടൂൾ എന്ന് പറയുന്നത് കളറിനെ ബേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമ്മൾ സെലക്ഷൻ കൊടുത്തു നമുക്കതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ Ctrl+Shift+I ആണ് പ്രസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ ഇതുപോലെയുള്ള ഇമേജുകളൊക്കെ വരുന്ന സമയത്ത് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വർക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയുള്ളൊരു ഇമേജ് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് ഞാൻ എൻ്റെ വർക്കിലേക്ക് കൊണ്ടുവരുവാണ്. വർക്കിൽ ഞാൻ പേസ്റ്റ് ചെയ്തു Ctrl+T അടിച്ചു. ഇതിനൊന്ന് ചെറുതാക്കി വെക്കുകയാണ്. Shift+Alt പ്രസ് ചെയ്ത് തന്നെ ചെറുതാക്കുക കേട്ടോ. ചെറുതാക്കി വെച്ചു. ഞാനിനി സൂം ചെയ്യാണ്, Ctrl+ അടിച്ച് സൂം ചെയ്തു. അപ്പോൾ ചെറിയ തോതിലൊക്കെ എൻ്റെ തലൻ്റെ അവിടെ, ഈ ഒരു ഫോട്ടോയുടെ തലൻ്റെ അവിടെയൊക്കെ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ കാണാതിരിക്കാൻ നമുക്ക് വേറൊരു വഴി ചെയ്യാം. കാണാതിരിക്കാനല്ല, അതൊന്ന് ജസ്റ്റ് അറിയാതിരിക്കാൻ നമുക്ക് വേറൊരു വഴി ചെയ്യാം. നമ്മൾ എന്താക്കുന്നു, എലിപ്റ്റിക്കൽ ടൂൾ എടുത്ത് എലിപ്റ്റിക്കൽ ടൂളിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു, സെലക്ഷൻ
കൊടുത്തു, എലിപ്റ്റിക്കൽ ടൂൾ ഒരു സെലക്ഷൻ കൊടുത്തു. അതിന് ഞാൻ കുറച്ച് ഫെദർ കൊടുക്കുകയാണ്. ഷിഫ്റ്റ് F6 അടിച്ച് ഫെദർ കൊടുത്തു. ഫെദർ ഞാനൊരു 250 ഫെദർ കൊടുത്ത് ഞാനൊരു ന്യൂ ലെയർ എടുത്തു. അതിലേക്ക് വൈറ്റ് കളർ ഫില്ല് ചെയ്തു. എന്നിട്ട് ഈ ലെയറിന് ഞാനെടുത്ത് അടിയിലിട്ട് കണ്ട. അപ്പം നമ്മൾ ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ലൈറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ആ ഒരു വൈറ്റ് കളർ കാണുള്ളൂ. ഇമേജിൻ്റെ മുടിയിൽ ഉള്ളിൽ കാണുന്ന വൈറ്റ് ആണെന്നുള്ളത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് വാൻ ടൂളൊക്കെ എടുത്ത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ടൂളായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ക്രോപ്പ് ടൂളാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് കൊടുത്തുകൊണ്ടോ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ ഈ ഒരു ക്രോപ്പ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ജസ്റ്റ് ഞാൻ എന്താക്കുന്നു, ക്ലിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ട് ഉണ്ടായിരുന്ന ഒരു മെഷർമെന്റ് ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ എടുത്ത് വെച്ചൊരു മെഷർമെന്റ് ഇവിടെ ഉണ്ട്, അത് ഞാൻ ക്ലിയർ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ക്രോപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എനിക്ക് വേണ്ടത് ഇപ്പോൾ ഈ ഒരു പിക്ചർ മാത്രമാണ്, അതിൽ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ആ പിക്ചർ മാത്രം എന്ത് ചെയ്താൽ മതി. ഈ പിക്ചർ നമ്മൾ റെക്റ്റാങ്കിളൊക്കെ എടുത്ത് സെലക്ഷൻ കൊടുക്കുന്നത് പോലെ പിക്ചറിന് മേലെ കൂടെ എനിക്കൊരു സെലക്ഷൻ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കീബോർഡിൽ എൻട്രോ അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോർഷൻ എന്തായി, ക്രോപ്പായി കിട്ടി. ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ എന്താക്കുന്നു, ഇതിൻ്റെ മേലെ സെലക്ഷൻ കൊടുക്കുന്നു, കീബോർഡിൽ എൻട്ര അടിക്കുക അല്ലെങ്കിൽ അവിടെ കണ്ട ടിക്ക് മാർക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് എന്താകും, ക്രോപ്പായി കൊണ്ട് പോവും. ഇനി ഇവിടെ നമുക്ക് മെഷർമെന്റ് കൊടുത്തുകൊണ്ട് ക്രോപ്പ് ചെയ്യാം. എനിക്ക് ഒരു ഇമേജിനെ പാസ്പോർട്ട് സൈസ് മെഷർമെന്റിൽ ക്രോപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഈ ഒരു ഇമേജ് ഞാനിവിടെ എടുത്തു. ഇപ്പോൾ അത് ക്യാമറയിൽ എടുത്തൊരു ഇമേജാന്ന് വിചാരിക്കുക. ഇതിനെനിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കി എനിക്കിത് മാറ്റണം. ഓക്കെ, അതിനെ മാറ്റാൻ വേണ്ടി വളരെ എളുപ്പമാണ്. നമുക്കതിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ മെഷർമെന്റ് അറിയുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് വിത്ത് 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ, ഹൈറ്റ് 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പം ഞാൻ വിത്ത് 3 സെന്റിമീറ്ററും ഹൈറ്റ് 4 സെന്റിമീറ്ററും കൊടുത്തു. അവിടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നിടത്ത് 300 പിക്സൽസ് പെർ ഇഞ്ചിൽ കൊടുക്കുക. പിക്സൽസ് പെർ സെന്റിമീറ്ററിലല്ല, പിക്സൽസ് പെർ ഇഞ്ചിൽ കൊടുക്കുക. ദെൻ അതിനെടുത്തിട്ട് എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്പോർട്ട് സൈസ് ഒക്കെ ശരിക്കും ക്രോപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബട്ടന്റെ തൊട്ട് താഴെ ആയിട്ടാണ്, അതായത് ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ബട്ടന്റെ തൊട്ട് താഴെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇമേജിനെ ക്രോപ്പ് ചെയ്യുക. കറക്റ്റ് നമ്മൾ ആ ഒരു മെഷർമെന്റ് മനസ്സിൽ നോക്കുക. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ എത്രത്തോളമാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സെലക്ഷൻ എടുത്ത് ആ ഫോട്ടോയിൽ വെച്ച് ഒന്ന് എൻ്റർ അടിക്കുക അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ മെഷർമെന്റ് എന്തായി, ക്രോപ്പ് ആക്കി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം എങ്ങനെ ക്രോപ്പ് ചെയ്തു, ഞാൻ വേറൊരു ഇമേജും കൂടെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പാസ്പോർട്ട് സൈസിലേക്ക് മാറ്റി കാണിച്ചു തരാം. മെഷർമെന്റ് ഞാൻ അവിടെ കൊടുത്തു. then ഇതിനെന്താകുന്നു, ക്രോപ്പ് ചെയ്യുന്നു. തലേൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക, ഈ ഒരു രീതിക്ക് വെച്ചു എൻ്റർ അടിച്ചു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവുക. വിത്ത് 3 സെന്റിമീറ്ററും ഹൈറ്റ് 4 സെന്റിമീറ്ററും റെസൊല്യൂഷൻ 300 ആണ്. ഓക്കെ, ഇനി ഈ ഒരു പാസ്പോർട്ട് സൈസ് മെഷർമെന്റ് ഇപ്പം നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു മെഷർമെന്റ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു മെഷർമെന്റ് ആയിരിക്കും. ഇതിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് സേവ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴെ ക്രിയേറ്റ് എ ന്യൂ ടൂൾ പ്രീസെറ്റ് എന്ന് പറയുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ ഇതൊക്കെ ഫോട്ടോഷോപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതൊക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ടൂൾ പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ പേര് കൊടുക്കാം. അപ്പം നമുക്ക് PP ഞാൻ പാസ്പോർട്ട് സൈസിന് ഷോർട്ടാക്കി കൊടുത്തു. ഞാനതെടുത്തു, ഓക്കെ കൊടുത്തു. കണ്ടോ, അപ്പോൾ ആ പ്രീസെറ്റ് എന്തായി, ഇവിടെ സേവ് ആയി. ഞാനിവിടെ പോയി ഇത് ക്ലിയർ കൊടുത്തു കഴിഞ്ഞാലും ഇനി ഈ ഒരു PP എടുക്കുന്ന സമയത്ത് ആ മെഷർമെന്റ് നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ ഏതൊരു ഫോട്ടോ എടുത്ത് ചെയ്യുവാണെങ്കിലും മെഷർമെന്റ് കൊടുത്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്മാർട്ട് കാർഡ് സൈസ് ഒക്കെ ആണെങ്കിലും നമുക്കത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വട്ടം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിൽ നമ്മൾ ഫോട്ടോഷോപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്രോപ്പ് ടൂൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക.